ഉണ്ടാക്കാൻ പോകുന്നത് ഫ്രൂട്ട് സലാഡാണ്. വീട്ടിൽ നമുക്ക് ഉള്ള ഫ്രൂട്ട്സ് വെച്ചിട്ട് ചെറിയ രീതിയിൽ ഞാൻ ഉണ്ടാക്കുന്നതാണ് നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് അതിന് വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ആവശ്യമായിട്ട് ഫ്രൂട്ട്സ് ആണ് ഞാനിവിടെ എടുത്ത് വെച്ചേക്കുന്നത്. എന്ത് ഫ്രൂട്ട്സ് വേണമെങ്കിലും ഇതിൽ നമുക്ക് എടുക്കാം. അപ്പോൾ നമ്മുടെ വീട്ടിലിപ്പം ഈ കാണുന്ന ഫ്രൂട്ട്സ് ഒക്കെ കാണണമെന്നില്ല. ചിലപ്പോൾ നമ്മുടെ വീട്ടിൽ 2 ഐറ്റംസ് ഏതെങ്കിലും കാണുകയുള്ളെങ്കിൽ അത് വെച്ചിട്ട് വേണമെങ്കിലും ചെയ്യാം. എൻ്റെ അടുത്ത് ഇപ്പോൾ ഉള്ളതുകൊണ്ട് മാത്രം ഞാനിപ്പോൾ ഇത് എടുത്ത് വെച്ചിട്ടേ ഉള്ളൂ. അപ്പോൾ ഞാനിവിടെ ആപ്പിൾ എടുത്ത് വെച്ചിട്ടുണ്ട്, അനാർ എടുത്ത് വെച്ചിട്ടുണ്ട്, പിന്നെ കുറച്ച് മുന്തിരി, കുറച്ച് ഞാലിപ്പൂവൻ, പിന്നെ ഒരു ഏത്തപ്പഴം നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി. ഇപ്പോൾ ഇവിടെ ഉള്ളതുകൊണ്ട് മാത്രമാണ് ഞാൻ ചേർക്കുന്നത്. ഇനി ഇതിലേക്ക് വേണ്ടത് കോൺഫ്ലോർ ആണ്. കോൺഫ്ലോർ നമുക്ക് വേണം. പിന്നെ ഇതിലേക്ക് കുറച്ച് പാലിനകത്ത് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് ഞാനിവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്, ഒരു കളറിന് വേണ്ടിയിട്ടാണ്. പിന്നെ ആവശ്യത്തിന് പഞ്ചസാര, പിന്നെ ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ചെറുപ്പഴം ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് വാനില എസൻസ് ആണ്. ഫ്രൂട്ട് സലാഡിൽ ഒഴിച്ചുകൂടാത്ത ഐറ്റംസ് ആണല്ലോ ഐസ്ക്രീം, പിന്നെ ഐസ്ക്രീമും. പിന്നെ നമുക്കിതിലേക്ക് പാലും കൂടെ വേണം കേട്ടോ. ഇനി നമുക്ക് ഒരു ബൗളിലെ പാൽ നമുക്കൊന്ന് തിളപ്പിക്കാനായിട്ട് വെക്കാം. സ്റ്റവ് ഓണാക്കിയ ശേഷം ഇതിപ്പം 1/2 ലിറ്റർ പാലാട്ടോ ഞാനിവിടെ എടുത്തേക്കുന്നത്. ഇനി ഇതിലേക്ക് വേണ്ടുന്ന പഞ്ചസാരയാണ് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഞാനിവിടെ വേറൊരു കപ്പിൽ, ഒരു ചെറിയ കപ്പിൽ പാലും കൂടി എടുത്ത് വെച്ചിട്ടുണ്ടല്ലോ. ഇനിയാണ് ഞാൻ ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ ചേർക്കാൻ പോകുന്നത്. ഇനി നമ്മൾ നേരെ ഡയറക്റ്റ് പാലിലേക്ക് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ അത് നമുക്ക് കട്ട പിടിച്ച് പാൽ ചള്ളായി പോകും. നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ നമുക്ക് കിട്ടത്തില്ല. ഇനിയിപ്പോൾ ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ പാൽ ഞാനിവിടെ വേറൊരു കപ്പിൽ ഒരു ചെറിയൊരു ഗ്ലാസിൻ്റെ അളവിൽ ഒരു പകുതിയോളം ഞാനിവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മളിതൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. അപ്പം നമുക്ക് കട്ടകളൊന്നും ഇല്ലാതെ കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ ചെയ്യുന്നത്. നേരിട്ട് ഡയറക്റ്റ് നമുക്ക് ഇട്ട് കൊടുക്കുക, ഒരു കുഴപ്പമില്ല. പക്ഷേ നമ്മുടെ കോൺഫ്ലോർ അതിലേക്ക് ഇടുന്ന സമയത്തിന് കട്ട പിടിച്ചു പോകും. അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ ചെയ്യുന്നത്. വീട്ടിൽ ഏറ്റവും കുറഞ്ഞ ചേരുവ വെച്ചിട്ട് നമുക്ക് ചെയ്യുന്നതാണ്. നമ്മളിതിൽ വേറെ ഫുഡ് കളറോ കാര്യങ്ങളോ ഒന്നും നമ്മൾ ചേർക്കുന്നില്ല. നമ്മുടെ വീട്ടിലുള്ള കാര്യം കൊണ്ട് മാത്രം നമ്മൾ ചെയ്തെടുക്കുന്നതാണ്. നമുക്ക് വീട്ടിലെ കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ കഴിക്കാനും പറ്റും. കാരണം നമ്മളിതിൽ വേറുള്ള ഒരു ഫുഡ് കളർ പോലും നമ്മളിതിൽ ചേർത്ത് കൊടുക്കുന്നില്ല. പിന്നെ വാനില എസൻസ് ഒഴിക്കുന്നതിൻ്റെ കാരണം നമുക്കതൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ഒഴിക്കുന്നതാണ്. പക്ഷേ ആ സമയത്തേക്ക് നമുക്കത് വേണേൽ സ്കിപ്പാക്കിയിട്ട് നമുക്ക് ആ സമയം ഏലക്ക ഇട്ട് കൊടുക്കാം, ഒരു പ്രശ്നവുമില്ല. പക്ഷേ വാനില എസൻസിൻ്റെ ഒരു ടേസ്റ്റ് കിട്ടണമെങ്കിൽ വാനില എസൻസ് തന്നെ ഒഴിച്ചു കൊടുക്കണം. ഇനി നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും, കട്ടകളൊന്നും ഇല്ലാതെ ഞാനിവിടെ കോൺഫ്ലോറിൻ്റെ മിക്സ് ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് തിളപ്പിക്കാൻ വെച്ചിരിക്കുന്ന പാലിലേക്ക് ഞാനിത് ഒഴിച്ചു കൊടുക്കാൻ പോവുകയാണേ. ഇനിയാണ് നമ്മുടെ പണി. നമ്മൾ കൈവിടാതെ ഇത് ഇളക്കി കൊടുക്കണം. ഇല്ലെങ്കിൽ നമുക്ക് പാല് തിളച്ച് വരുന്നതനുസരിച്ച് നമ്മുടെ പാല് ഒറ്റ കട്ടയായിട്ട് പോകും. അങ്ങനെ പോവാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഇത് കൈവിടാതെ ഇളക്കി കൊടുക്കണം. ഇപ്പം ഞാനിതൊന്ന് ലോ ഫ്ലെയിമിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് വേണ്ടുന്ന വാനില എസൻസ് 1 ടേബിൾ സ്പൂണോളം ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാൻ പോവാണ്. ഒഴിച്ചു കൊടുക്കുവാണേ. പിന്നെ ഇതിലേക്ക് വേണ്ടുന്ന ഇതാണ് ഞാൻ മഞ്ഞൾപ്പൊടി, ഒരു 3 ടേബിൾ സ്പൂൺ പാലെടുത്തിട്ട് അതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി എടുത്ത് കലക്കി വെച്ചേക്കുന്നതാണ്. അത് ഒരു കളറിന് വേണ്ടിയിട്ട് നമ്മൾ ഒരു കളറിന് വേണ്ടിയിട്ട് മാത്രം ചേർത്ത് കൊടുക്കുന്നുള്ളൂ. അല്ലാതെ നമ്മൾ കസ്റ്റാർഡ് പൗഡർ കൊണ്ടൊന്നും അല്ല നമ്മളിത് ചെയ്യുന്നത്. നമ്മുടെ വീട്ടിലുള്ള ചിലപ്പോൾ ഈ കോൺഫ്ലോർ നമ്മൾ ചേർത്ത സമയത്തിന് നമുക്ക് വേണമെങ്കിൽ മൈദ വെച്ചിട്ട്, മൈദ നമ്മുടെ വീട്ടിൽ കയ്യിലുണ്ടെങ്കിൽ നമുക്ക് മൈദ 2-3 ടേബിൾ സ്പൂൺ എടുത്തതിന് ശേഷം നമുക്ക് ഇതുപോലെ പാലിൽ കലക്കി ഒഴിച്ചു കൊടുക്കാം, ഒരു പ്രശ്നവുമില്ല. ഇനി ഞാൻ ഈ മഞ്ഞൾപ്പൊടിയുടെ മിക്സ് ഇതിലേക്ക് ഞാൻ ഒഴിച്ചു കൊടുക്കുവാണ്. കുട്ടികളൊക്കെ ആണെങ്കിലും വെറുതെ സൺഡേ വീട്ടിലൊക്കെ ഇരിക്കുന്ന സമയത്ത് കുട്ടികൾക്ക് സ്പെഷ്യലായിട്ട് നമുക്ക് എന്തുണ്ടാക്കി കൊടുക്കാം എന്ന് നമ്മൾ വിചാരിച്ചിരിക്കുന്ന സമയത്ത് 2-3 ഫ്രൂട്ട്സ് നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ തന്നെ കുറച്ച് പാലും കുറച്ച് മൈദയും നമ്മുടെ കയ്യിൽ ഇരിപ്പുണ്ടെങ്കിൽ തന്നെ നമുക്ക് ഈസി ആയിട്ട് ഇത് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന കാര്യമാണ്.
ഇനി അഥവാ നമ്മുടെ വീട്ടിൽ ഫങ്ഷൻസ് ഒക്കെ വരുമ്പോഴാണെങ്കിലും നമുക്ക് തനിയെ നമുക്ക് വീട്ടിൽ ഐസ്ക്രീം നമുക്ക് ഇതുപോലെ നമുക്ക് തനിയെ ചെയ്തെടുക്കാം. ഇനിയിപ്പം അതല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഐസ്ക്രീം വാങ്ങി കടയിൽ നിന്നാണെങ്കിലും വാങ്ങിച്ചതിന് ശേഷം നമുക്ക് ഇതുപോലെ ഫ്രൂട്ട് സലാഡ് ഉണ്ടാക്കിയിട്ട് നമുക്ക് വീട്ടിലും ഫങ്ഷൻസ് ഒക്കെ ഉള്ള സമയത്ത് നമുക്ക് എല്ലാവർക്കും വിളമ്പാൻ പറ്റും. നമ്മുടെ പാലിവിടെ നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. നമുക്ക് ഒത്തിരി തിക്കായിട്ടുള്ള കുറുകണ്ട, നമുക്കൊരു മീഡിയം ഇങ്ങനെ നമുക്ക് ഒഴിച്ചു കൊടുക്കുമ്പോഴത്തേക്ക് ഇങ്ങനെ വരുന്ന പാകത്തിന് നമുക്ക് കുറുകി കിട്ടിയാലും മതിയാവും. ഇനി ഇരുന്ന് ചൂടാറുന്ന സമയത്തും കൂടെ ഒരു കുറുകലും കൂടെ കുറുകും, അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. ഇനി പേടിക്കണ്ട, കട്ടയൊന്നും പിടിക്കത്തില്ല, നമ്മൾ ഫ്ലെയിം ഓഫായി കൊടുത്തല്ലോ. ഇനി നമുക്കിതിലേക്ക് വേണ്ടുന്ന ഫ്രൂട്ട്സ് ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഇനി നമുക്കിതിൻ്റെ ഫ്രൂട്ട്സൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഇതിൻ്റെ ആപ്പിളിൻ്റെ തോലൊന്നും നമുക്ക് കളയേണ്ട ആവശ്യമില്ല കേട്ടോ. നമ്മളിതിൽ ഏത്തപ്പഴവും ചെറിയ പഴവും നമുക്കതിലേക്ക് ഇട്ട് കൊടുത്തു. ഇനി ഇതിലേക്ക് മുന്തിരിയും കൂടെ അടർത്തി എടുത്തതിന് ശേഷം നമുക്കതും കൂടെ ഇട്ട് കൊടുക്കാം. ഇനി നമ്മൾ ഇതിലേക്ക് ഇതാണ് മാതളവും കൂടെ കുരുവെല്ലാം കളഞ്ഞ് എടുക്കാം. നമ്മളിവിടെ ഫ്രൂട്ട്സൊക്കെ കട്ടാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് പാലിൻ്റെ ഈ മിക്സ്, കോൺഫ്ലോറിൻ്റെയും പാലിൻ്റെയും മിക്സ് നമുക്കതിലേക്ക് ഒഴിച്ചു കൊടുക്കാറായി. ഇനി നമ്മളിങ്ങനെ തൊട്ടാൽ നമ്മുടെ കൈ പൊള്ളാത്ത തരത്തിലുള്ള ഒരു ചൂടിട്ട് വേണം നമ്മളിതിലേക്ക് ഒഴിക്കാൻ. കാരണം എന്താണെന്ന് വെച്ചാൽ ആ ഒരു ചൂടിലിരുന്ന് നമ്മുടെ ഫ്രൂട്ട്സൊക്കെ ഒന്നും കൂടെ ഫ്രൂട്ട്സൊക്കെ പഴമൊക്കെ ആണെങ്കിൽ നന്നാ പഴുത്ത പഴം തന്നെ ആണെങ്കിൽ കൂടിയും ഒന്നും കൂടെ അതിലിരുന്നൊന്ന് സോക്കായി കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത്. ഇത് നമുക്ക് ഇതൊന്ന് ഫ്രൂട്ട്സിലേക്ക് ഒഴിച്ചു കൊടുക്കാം.
എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാവേ. ഫ്രൂട്ട്സൊക്കെ ആയിരിക്കും നമ്മൾ ആവശ്യം കഴിഞ്ഞിട്ട് ചിലപ്പം വേസ്റ്റായിട്ട് കേടായി പോകുന്ന സാധ്യത വന്നിട്ടുണ്ട്. നമ്മുടെ എല്ലാവരുടെ വീട്ടിൽ നമുക്ക് അങ്ങനെയൊക്കെ വന്നിട്ടുണ്ടല്ലോ. അപ്പം കുറച്ചൊക്കെ ഒന്ന് കേടായിപ്പോയി ഫ്രൂട്ട്സൊക്കെ ആണെങ്കിലും നമുക്കത് സൈഡൊക്കെ അതിന് ചള്ളായിട്ടുണ്ടെങ്കിലും അതിന് വെറുതെ നമുക്ക് വേസ്റ്റാക്കി കളയാതെ ഇതുപോലെ കട്ട് ചെയ്തെടുത്ത് നമുക്കിതുപോലെ നല്ലൊരു ഫ്രൂട്ട് സലാഡ് ആക്കി എടുക്കാം. പാലിൻ്റെയും കോൺഫ്ലോറിൻ്റെയും മിക്സ് നമുക്ക് എല്ലാ ഫ്രൂട്ട്സിൻ്റെ താഴത്തേക്ക് വരെ എത്തക്ക രീതിയിൽ നമ്മൾ നന്നായിട്ട് ഇളക്കി കൊടുക്കണം. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇതുവരെയും ഇങ്ങനെയൊക്കെ ഫ്രൂട്ട് സലാഡ് ഉണ്ടാക്കാൻ അറിയാൻ മേലാതെ ഇരുന്ന ആൾക്കാരുണ്ടാവും, ഒരുപാട് പേര് കാണും. ചിലപ്പോൾ ഒരുപാട് പേര് തന്നെ ഇതിനോടകം തന്നെ ഇതുപോലെ ചെയ്ത് നോക്കിയിട്ടും ഉണ്ടാകും. ഇനി ചെയ്യാത്തവർക്കായിട്ട് ഇത് ഒരിക്കലെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണമെന്നാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. ഇത്രയും സിമ്പിളായിട്ട് നമുക്ക് വെറുതെ ഒന്നും ഫ്രൂട്ട്സിൻ്റെ മാത്രമേ ചിലവാകുന്നുള്ളൂ, ബാക്കിയെല്ലാം നമ്മുടെ വീട്ടിൽ കാണുന്ന ഐറ്റംസ് വെച്ചിട്ടാണ് ഞാൻ നിങ്ങൾക്ക് സിമ്പിളായിട്ട് വളരെ സിമ്പിളായിട്ട്, ഇതിൽ സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റത്തില്ല. അത്രയും സിമ്പിളായിട്ടാണ്. നമ്മൾ കടയിൽ പോയിരുന്ന് കഴിക്കുന്ന സമയത്തൊക്കെയാണ് വെറുതെയാണ് നമ്മൾ വിചാരിക്കുമല്ലോ ഇതെങ്ങനെയാണ് ഇവർ ഉണ്ടാക്കിയെടുക്കുക, നമ്മളെ കൊണ്ട് പറ്റുന്നില്ലല്ലോ എന്ന്. അങ്ങനെയൊന്നും ആരും വിചാരിക്കേണ്ട. നമ്മളെ കൊണ്ട് ശ്രമിച്ചാൽ പറ്റാത്ത ഒരു കാര്യമില്ല. നമ്മളതിന് വേണമെന്ന് ആഗ്രഹം വെച്ച് നമ്മൾ ചെയ്താൽ ശരിയാവുമെന്ന് മനസ്സുറപ്പിച്ച് ചെയ്യുവാണെങ്കിൽ നമുക്ക് എന്ത് കാര്യം നടക്കാൻ പറ്റും. അതേ എനിക്ക് നിങ്ങളോട് പറയാനുള്ളൂ. ഒരിക്കലെങ്കിലും ഇതുപോലെ ഒന്ന് നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇനി നമുക്കിത് സെർവിങ് ബൗളിലേക്ക് മാറ്റി കൊടുക്കാം. അതിനിവിടെ ഞാനൊരു 3 ബൗൾ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് 3 ബൗളിലേക്കും കുറേശ്ശെ ഫ്രൂട്ട്സ് വീതം ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പം നമുക്ക് പണിയൊന്നുമില്ല. നമ്മുടെ ഫ്രൂട്ട് സലാഡ് ഏകദേശം ഇവിടെ റെഡിയായി. ഇനി നമുക്ക് ഐസ്ക്രീമും കൊണ്ട് ഒന്നും കൂടെ ഡെക്കറേറ്റ് ചെയ്തെടുക്കുക മാത്രമേ ഉള്ളൂ. നമുക്ക് ഇത്ര എളുപ്പത്തിൽ സിമ്പിളായിട്ട് നമ്മൾ മനസ്സിൽ വിചാരിച്ച് ഫ്രൂട്ട് സലാഡ് ഉണ്ടാക്കണമെന്ന് മനസ്സിൽ വിചാരിച്ചിരുന്ന സമയത്ത് തന്നെ നമുക്ക് പെട്ടെന്ന് തന്നെ നമുക്ക് ഫ്രൂട്ട് സലാഡ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അത്രയ്ക്കും സിമ്പിളാണ്. കുട്ടികൾക്കൊക്കെ ആകുമ്പോൾ കൂടുതൽ ഇഷ്ടമാവും. എന്താണെന്ന് വെച്ചാൽ കുട്ടികൾ ഫ്രൂട്ട് സലാഡ് എന്നൊക്കെ പറഞ്ഞാൽ നന്നായിട്ട് ഇഷ്ടപ്പെടും. അതിൻ്റെ കൂടെ നമ്മൾ ഐസ്ക്രീമും കൂടെ ഉണ്ടെന്ന് വിചാരിച്ചാൽ അതിനേക്കാട്ടിലും കൂടുതൽ ഇഷ്ടമാകും. കുട്ടികളൊക്കെയാണെങ്കിൽ സ്കൂൾ വിട്ട് വരുന്ന സമയത്തിന് നമുക്ക് സർപ്രൈസ് കൊടുക്കാം. കാരണം ഫ്രൂട്ട് സലാഡും ഐസ്ക്രീമൊക്കെ കുട്ടികൾക്ക് നന്നായിട്ട് ഇഷ്ടപ്പെടുന്ന അത്രയും ഒരു ഇഷ്ടമുള്ള സാധനമാണല്ലോ. അപ്പോഴത്തേക്ക് നമുക്ക് കുട്ടികൾ സ്കൂൾ വിട്ട് വരുമ്പോൾ നമുക്ക് സർപ്രൈസും കൊടുക്കാം. കുട്ടികൾക്ക് നന്നായിട്ട് ഇഷ്ടപ്പെടുകയും ചെയ്യും. നമുക്ക് ഓരോ ചെറുപ്പഴവും കൂടെ ഒന്ന് വെച്ച് കൊടുത്ത് ഒന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം. കണ്ടോ എത്ര സിമ്പിളായിട്ടാണ് നിമിഷ നേരം കൊണ്ട് ഞാൻ ഫ്രൂട്ട് സലാഡ് ഉണ്ടാക്കി കാണിച്ചത്. എന്തായാലും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. സൂപ്പറാണ്, അടിപൊളി ടേസ്റ്റാണ്. ഫ്രൂട്ട് സലാഡ് എങ്ങനെയാണ് സിമ്പിളായിട്ട് ഉണ്ടാക്കുന്നത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നു. നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇനിയിപ്പം അഥവാ നിങ്ങളുടെ കയ്യിൽ ഐസ്ക്രീം ഇല്ലെങ്കിൽ തന്നെ ഈ ഫ്രൂട്ട്സ് നമ്മളെല്ലാം മിക്സ് ചെയ്ത സമയത്ത് നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് ഒരു 10-20 മിനിറ്റ് ഒന്ന് ഫ്രീസ് ആകാൻ വെച്ചാലും മതിയാകും. എന്നിട്ട് കഴിക്കുമ്പോൾ ഐസ്ക്രീം ഇല്ലെങ്കിൽ പോലും നമുക്ക് ആ ടേസ്റ്റ് ഒന്ന് ബാലൻസ് ചെയ്ത് നിൽക്കും. ഇനിയിപ്പോൾ ഐസ്ക്രീം വേണമെന്ന് ഒരു നിർബന്ധവും ഇല്ല. അപ്പം എല്ലാവരും ഇതുപോലത്തെ റെസിപ്പീസ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. വേറൊരു വെറൈറ്റി റെസിപ്പിയുമായി ഷെഫ് ഡയറി വീണ്ടും കാണാം.